രാഹുൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുന്നു, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഒരാളെ പ്രേമിക്കാൻ? ഇങ്ങനെ ഈ 5 വർഷം സ്നേഹിച്ചവള് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ, ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ഒരുത്തനെ പ്രേമിക്കാൻ നിനക്ക് നാണമില്ലേ? ഇത് ഒരു പെൺകുട്ടി, ഒരു ഫ്രണ്ട്, അവളുടെ ഫ്രണ്ടിന്റെ നല്ലൊരു ലൈഫിന്, ബെറ്റർ ലൈഫിന് വേണ്ടി അവളിങ്ങനെ പറഞ്ഞില്ല. ഞാൻ തെറ്റി പറയില്ല ചേട്ടാ. അല്ല, അവളുടെ ഗേൾ ഫ്രണ്ടാ പറഞ്ഞത്. എന്തോ ബോയ് ഫ്രണ്ട് ആയിട്ടോട്ടെ ഗേൾ ഫ്രണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. അവളുടെ ഏത് ഫ്രണ്ട് ആയിരുന്നാലും ഇങ്ങനെ അവളടുത്ത് പറഞ്ഞതിൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പം ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ ജീവിക്കുമ്പം ചിലപ്പം അവൾ നശിച്ചു പോകുന്ന അവൾ നേരത്തെ കണ്ടിട്ട് അവൾ പറഞ്ഞതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ അത് അവൾക്ക് എന്നോട് എങ്ങനെ പറയാൻ തോന്നി? എനിക്ക് അതാണ് ചോദ്യം. എന്നോട് അവൾക്ക് എങ്ങനെ അത് പറയാൻ തോന്നി? പക്ഷെ ആ പറഞ്ഞ കൂട്ടുകാരെക്കാട്ടിലും ഏറ്റവും മോശം പ്രവൃത്തിയാണ് ഇപ്പം കിരണോട് ആ പെൺകുട്ടി കാണിച്ചത്. ഞാനിതിങ്ങനെ ഇവളിതെൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനൊരു സെക്കൻഡ്, ഇന്നും ഞാൻ ഈ കഥ ചെയ്യേണ്ടത് പറയണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്നും അത്രത്തോളം എന്നെ ആഴത്തിലുണ്ടെന്നുള്ളത് മനസ്സിലായി. അതാണ് അന്നാണ് അവിടുന്ന് ഡ്രോപ്പ് ചെയ്തത്. അന്ന് മുതലാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്, എന്തെങ്കിലും ആവണം, എന്തെങ്കിലും ആയിത്തീരണം. സോ പഠിച്ച് എന്നെ കൊണ്ടൊരു ലെവലിലെത്താൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സത്യം, പഠിച്ച് ഞാനിപ്പോൾ ഒന്നും ആകാൻ പോകുന്നില്ല, സത്യമായിട്ടാവില്ല. അപ്പോൾ എനിക്കറിയാമെന്നുള്ളൊരു, എനിക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളൊരു തൊഴിൽ മേഖല ഇതാണ്. ഇവിടെ എനിക്ക് എത്തിപ്പെടണം. എനിക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ ഈ പെൺകുട്ടി അവിടെ പറഞ്ഞിട്ട് പോയി. കാര്യം ഈ കഥ അവിടെ നിൽക്കുക, ആൾക്കാർക്ക് ഇനി അറിയണം. കാര്യം വീടില്ല എന്ന് പറഞ്ഞാൽ അതിന് ശേഷമല്ലേ പറഞ്ഞു വീടില്ല എന്ന് പറഞ്ഞു. അന്ന് അത് പറഞ്ഞ് അവിടുന്ന് പോയി. അതിനുശേഷം ഞാൻ ഈ കഥ പോയി പറയുന്നത് എൻ്റെ അമ്മയോടാണ്. കരച്ചിലായി, ഉറക്കങ്ങളില്ലാത്ത ദിവസങ്ങളാണ് രാത്രി. ഇത് പറയുമ്പം ആൾക്കാർക്ക് എങ്ങനെയൊക്കെ എടുക്കുമെന്ന് എനിക്ക്, ഞാൻ എന്ത് വേണം, ഞാൻ എൻ്റെ കാര്യം അറിയാം, പ്രേമിച്ചിട്ടുള്ളവർക്ക് അറിയാം ഒരു പെൺകുട്ടിയുള്ള വിഷമം എന്താണെന്ന്. ഞാൻ വീട്ടിൽ പോയി, എൻ്റെ 26-27 വയസ്സാനായിട്ട് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചില്ല. അമ്മയടുത്ത്, അമ്മ ദൈവമെന്ന് പറഞ്ഞൂടാ, എനിക്ക് പറ്റുന്നില്ല, രാത്രി കാലങ്ങളൊക്കെ എഴുതിയിട്ടിരിക്കുന്നു ചേട്ടാ. ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം ആ വിളി കുറഞ്ഞോ? ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം വിളിച്ചിട്ടില്ല അവളെ. എനിക്ക് ഇവളെ വിളിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ദിവസം പോലുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ദിവസം പോലും വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഓരോ ദിവസങ്ങളിങ്ങനെ ഓരോ 5 ദിവസം ആകുമ്പോൾ എനിക്ക് 5 ദിവസം വിളിക്കാതിരിക്കാൻ പറ്റി. ഈ 5 ദിവസം വിളിക്കാതിരിക്കാൻ പറ്റുമ്പോൾ 6ാമത്തെ 7ാമത്തെ ദിവസം അച്ഛൻ്റെ അച്ഛൻ ഒരു 50 തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി നിൽക്കും. ഈ പറഞ്ഞ ഈ സ്പോട്ടിൽ കാണാൻ പോയി. അപ്പോൾ ഇവള് ബസ്സിൽ ഇറങ്ങി വന്നിട്ട് അല്ലല്ല വാങ്ങിച്ചിട്ട് ഞാൻ ചിലപ്പം ഈ പ്രണയമൊക്കെ പൊളിഞ്ഞ സമയത്ത് നമുക്ക് പണിക്ക് പോകാനൊന്നും തോന്നത്തില്ല, ഒരു ജോലിക്ക് പോകാൻ തോന്നുന്നു. അപ്പം പെട്ടെന്ന് അവളെ കാണണമെന്ന് തോന്നും. ആ ഒരു ആഗ്രഹം പെട്ടെന്ന് കയറി വരും. അച്ഛൻ ഒരു 100 രൂപ അച്ഛൻ പോയിട്ടുണ്ട്. രാവിലെ പോയി അവിടെ വന്നിട്ട് ഇവളെ മുമ്പിൽ പട്ടിയെ പോലെ നേരിട്ട് പോയി 2 പ്രാവശ്യം പിന്നെയും കണ്ടു. എടി എനിക്ക് ഒരു ചാൻസ് കൊടുത്താ ഞാൻ നന്നായിക്കൊള്ളാം, നീ നന്നായിട്ട് വാടാ എന്ന് പറഞ്ഞ്, നീ നന്നായിട്ട് വാ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ. ഇത് ഞാൻ സിമ്പതിക്ക് വേണ്ടി പറയാം, സത്യമായ കാര്യമാണ് ചേട്ടാ. പണത്തെ സ്നേഹിക്കുന്ന പണത്തെ സ്നേഹിച്ചു എന്നൊന്നും അത് തന്നെയാണത് അല്ലെന്ന് അനുഭവം കേട്ടോണ്ടിരിപ്പുണ്ട്. ചേട്ടനുണ്ട്, ഞാൻ പണത്തെ അല്ലേ സ്നേഹിച്ചത്. കാരണം ഓൾറെഡി അറിയത്തില്ല വീടില്ല എന്നുള്ളത്. ഇതിൽ ആ കുട്ടി ഫിനാൻഷ്യലി ഭയങ്കര റിച്ച് ആയിരുന്നു. ഞാൻ ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഈ കുട്ടി വളരെ സിമ്പിളായിട്ട് നടന്നു വരുന്നൊരു കുട്ടിയാണ്. ഇപ്പൊ ഈ കുട്ടി ഫിനാൻഷ്യലി ബാക്കപ്പ് ഉള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയില്ല, കണ്ടാലും അത് പറയത്തില്ല. സോ വളരെ സിമ്പിളായിട്ട്. അപ്പം അതിനുശേഷം എനിക്ക് വീടില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ആ കുട്ടിയുടെ കള്ളങ്ങളൊന്നും ചേർന്ന് പറഞ്ഞിട്ടില്ല, എല്ലാം സത്യമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് ഒരു 5 വർഷം പ്രേമിച്ചപ്പോഴാണ് ബോധോദയം ഉണ്ടായത്, അത് വേണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാനും അമ്മയും കൂടെ എല്ലാവരും പ്ലാൻ ചെയ്തു. അമ്മയുടെ വസ്തുവിൽ ഞങ്ങളൊരു ചെറിയൊരു വീട് വെച്ചു, കടങ്ങളൊക്കെ വാങ്ങിച്ച്. എല്ലാവരും കടങ്ങൾ വാങ്ങിച്ച് തരാനാണ് വീട്. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങൾ കടങ്ങളെല്ലാം തീർത്തു, കടങ്ങളൊക്കെ വാങ്ങിച്ച് ചിട്ടികൾ കെട്ടി വീട് വെച്ചു. ചെറുതായിട്ടൊക്കെ തട്ടിക്കൂട്ടി വീടൊക്കെ വെച്ചു. പക്ഷേ എനിക്കൊരു വാശിയായിരുന്നു, വീട് വെക്കുമ്പോൾ നമ്മൾ ഫുള്ള് പൂശി പെയിൻ്റ് അടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. വെള്ളം അടിച്ചിട്ട് ടെയിലിടണം. കാരണം ഇവളെപ്പോൾ ഈ പറയുന്ന കഥകളൊക്കെ നമ്മൾ ഈ പെൺകുട്ടികളെ ആഗ്രഹത്തോടെ പറയുന്ന പല കാര്യങ്ങളും സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന എല്ലാ ചെക്കന്മാരും മനസ്സിലിട്ടിരിക്കും. ഈ നമ്മളെ ഇങ്ങനത്തെ ടെയിൽ വേണം, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളായിരിക്കണം, ഇതൊക്കെ എൻ്റെ മെമ്മറി കിടക്കുക. അപ്പോൾ ഇവള് പറഞ്ഞ ഒരുവിധപ്പെട്ട സംഭവങ്ങളെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഞാനത് ചെയ്തിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ വീട് വെച്ചതിന് ശേഷം വിളി ഇറങ്ങി വന്നിട്ട് പറ്റി, ഞങ്ങളെ കൊണ്ടൊരു വീട് വെക്കാൻ പറ്റി. നേരത്തെ ആവാൻ, പക്ഷെ എല്ലാത്തിനും ഒരു സമയം. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടാ, അതിനും ഒരു ആണിൻ്റെ സക്സസിന് പിന്നിലും ഒരു തോൽവിയുടെ മുന്നിലും ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയുന്നതിൽ എൻ്റെ സക്സസിന് മുന്നിൽ ഈ കുട്ടി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. എൻ്റെ സക്സസിന് മുന്നിൽ എൻ്റെ ഭാര്യയും എൻ്റെ ഒരു ചേച്ചിയുണ്ട്, ഷീ ചേച്ചി. അതല്ലാണ്ട് ഇവളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവൾ അന്ന് ഇട്ടെന്നൊരു സ്പാർക്കില്ലേ, അതാണ് എന്നെ
എന്തെങ്കിലും ആയി തീർന്നേ പറ്റൂ എന്ന് ഞാൻ ഉറപ്പിച്ചൊരു ദിവസങ്ങളായിരുന്നു ഒക്കെ. സോ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഞാൻ ഇങ്ങനത്തെ വേറെ നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മൾ ഇങ്ങനത്തെ പണിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടും ഞാൻ വേറെ വർക്കിനും വേണ്ടി ട്രൈ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മനസ്സിൽ എൻ്റെ പാഷൻ മുഴുവൻ ഇത് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഗൾഫിലേക്ക് പോയിട്ടും പൊട്ടിത്തിരിഞ്ഞൊക്കെ വന്നു. സോ ഇവിടെ വന്നിട്ട് രണ്ടാമതൊരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഏതോ ഒരു എവിടെയോ ജിപ്സം ബോർഡിൻ്റെ എന്തോ ഒരു പണിയാണ്, നമ്മളിങ്ങനെ ടേപ്പ് ഒട്ടിച്ചിട്ട് അങ്ങനെ മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കോൾ വരുന്നു. കണ്ണൻ അംശി എന്ന് പറഞ്ഞൊരു കൺട്രോളറെ വിളിച്ചു. അപ്പം ഇത് ഇന്ന് ഞാനിത് പറയുമ്പം ഇതുവരെ ആ മനുഷ്യൻ ഇപ്പം നാളെ കണ്ണൻചേട്ടി ഇത് കാണുമ്പോൾ കണ്ണൻചേട്ടി അന്ന് ഇങ്ങനെ എന്നിട്ടാണ് അവൻ എന്നെ വിളിച്ചതെന്ന് ഇന്ന് പുള്ളി ചിന്തിക്കും. ഞാൻ പറയുന്നു ഇതുവരെയും പുള്ളിക്ക് അറിയില്ല, ഇവനൊക്കെ അറിയാം. പുള്ളീനെ വിളിക്കുമ്പം കണ്ണൻ എന്ന് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ, ട്രൂ കോളറിൽ കണ്ണനാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണനായിരിക്കും. ഞാൻ കണ്ണാ പറയടാ മോനെ ഞാൻ കണ്ണൻ അംശിയാണേ, കൺട്രോളറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ചേട്ടാ പറയട്ടാ മോനെ ഞാൻ നാളെ ഒരു ഓഡീഷൻ ഉണ്ടെന്ന് വരാൻ പറ്റുമോ? ഒരു ദൈവത്തിൻ്റെ സൈൻ പോലെയാണ് എനിക്ക് തോന്നിയേട്ടാ. ഞാൻ പറഞ്ഞു വരാൻ ചേട്ടാ. അങ്ങനെയാണ് രാത്രിമേളിൻ്റെ എൻട്രി. രാത്രിമേളിൻ്റെ എൻട്രി അങ്ങനെയാണ്. രാത്രിമേളിൽ വന്നു. ഞാൻ വന്നപ്പോൾ സ്ത്രീകളെ ചേച്ചി ശോഭിച്ചേട്ടനെ ഭയങ്കരമായിട്ടൊരു കത്തിക്കുത്ത് സീനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം അതിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 5'4" ഉള്ളൂ എൻ്റെ ഹൈറ്റ്. എൻ്റെ പേരായിട്ട് ചെയ്യുന്ന തൻവി രവീന്ദ്രനാണ്. തനിക്ക് 5'6" ആണ്. സോ ഹൈറ്റ് വൈസിലും ഞാൻ സീനൊക്കെ അഭിനയിച്ചു. ഓക്കെ സാറ് പറഞ്ഞു. പക്ഷേ ഹൈറ്റ് ഇവളുടെ പേരായതുകൊണ്ട് ഹൈറ്റ് അടിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് ഇന്നെ ഇവളെയും കൂടെ ഒന്ന് നടത്തിച്ച് നോക്കി. ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പറഞ്ഞു വിളിക്കാം മോനെ എന്ന് പറഞ്ഞിട്ട്. യൂഷ്വലി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് വിളിക്കാം. നമ്മൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും യൂഷ്വലി പറയുന്ന കാര്യമാണ് വിളിക്കാം. പക്ഷേ വൈകുന്നേരത്തിനകത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, ചെയ്യാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ ഓക്കെ, എനിക്ക് കാശ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേട്ടാ, എനിക്ക് അഭിനയിച്ചാൽ മതി. കാശ് സെക്കൻഡറി ആണ്, നമ്മൾ ആദ്യം ഫ്രെയിമിൽ കാണണം. ഞാൻ കിട്ടിയ സന്തോഷം എൻ്റെ അമ്മയെ വീട്ടിലൊക്കെ പറഞ്ഞു പോയി ഡ്രസ്സൊക്കെ മേടിച്ചു, മറ്റൊക്കെ മേടിച്ചു, പോയി രാത്രിമേളിൽ അഭിനയിച്ചു. രാത്രിമേളിൽ അഭിനയിച്ച് എൻ്റെ ഒരു 10 എപ്പിസോഡ് കഴിഞ്ഞപ്പം എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഫ്രെയിമിൽ എന്നെ കാണിക്കും, കണ്ടോണ്ടിരിക്കുക. ഇപ്പം ഇവളുടെ ഒരു കൂട്ടുകാരി, അന്ന് ഇതിന് എതിരെ നിന്ന കൂട്ടുകാരി ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, അത് കൂട്ടുകാരിയാണോ ചേട്ടൻ പറഞ്ഞല്ലോ കൂട്ടുകാരാണോ എനിക്കറിയില്ല, ആരായിരുന്നാലും വിളിച്ചു പറഞ്ഞു, എടീ ഇന്ന സീരിയലിൽ മറ്റവൻ കയറിയെന്ന് തോന്നുന്നു, നീ ഒന്ന് കണ്ടു നോക്കുക എന്ന് പറഞ്ഞു. നീ ഇത് കണ്ടിട്ടാണെന്ന് കണ്ടോ കണ്ടില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളിക്കാരി എന്നെ വിളിച്ചു. എടാ നോർമൽ ഏകദേശം ഒരു 1.5 year എന്നെ വിളിച്ചു. ഇവളുടെ നമ്പർ കാണുമ്പോഴേ എനിക്ക് അടുത്ത സെക്കൻഡിൽ എടുക്കാനുള്ള ടെൻഡൻസി വരും. എടുത്തു. ഞാൻ അന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ച ദിവസമാണ്. എടുത്തു. ഹലോ, ഞാൻ ഇന്നാരാണ്. ഞാൻ എനിക്കറിയാം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. നമ്പർ പോലും എനിക്ക് ബൈ ഹാർട്ടാണ് കേട്ടോ, മറക്കത്തില്ല ഞാൻ. ഇപ്പോഴും ബൈ ഹാർട്ടാണ്, പക്ഷെ പറയാൻ ഞാൻ പറയുന്നില്ല. ഒക്ടോബർ 5 ബർത്ത്ഡേ, അത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. സോ കോൾ വന്നു, ഞാൻ എടുത്തു, സംസാരിച്ചു. ഹലോ, നിനക്ക് സുഖമാണോ? 1.5 വർഷം ഇങ്ങനെ ചോദിക്കുക. ഞാൻ പറഞ്ഞു സുഖമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ സീരിയലൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ സുഖമാണ്. പിന്നെ വിശേഷങ്ങൾ എന്താ? ഞാൻ പറഞ്ഞ വിശേഷങ്ങൾ സുഖമായിട്ട് പോകുന്നു. നീ സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ടോടാ? ഞാൻ പറഞ്ഞു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അന്ന് അത്രേ ഉള്ളൂ. ഓക്കേടാ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് പുള്ളിക്കാരി കൗൺസിലറായിട്ട് ഇലക്ഷനൊക്കെ വന്നു. അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ജയിച്ചു, കൗൺസിലൊക്കെ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 years കഴിഞ്ഞു. രാത്രിമഴ കഴിഞ്ഞിട്ട് രാത്രിമഴ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ചത് ഞാൻ ഇപ്പം പെട്ടെന്ന് റോക്കറ്റ് പോലെ എവിടെയെങ്കിലും അന്നത്തെ വിളി മാത്രം അപ്പോഴേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വിചാരിച്ചു ഞാൻ ഞാൻ ചെയ്ത് അന്ന് തെറ്റായിപ്പോയി, ഇവൻ ഇപ്പം നാളെ ചിലപ്പം വലിയ സൂപ്പർ സ്റ്റാറോ ലാവുമെന്ന് ചിലപ്പം പുള്ളിക്കാരിക്ക് തോന്നിക്കാല. ഉള്ളിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരി നിരന്തരം വിളിയായി. പിന്നെ നിരന്തരം വിളിയായിട്ട് എൻ്റെ പറഞ്ഞു, ഞാൻ എപ്പോഴും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, സ്റ്റിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നിന്റെ തീരുമാനം എന്താണ് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. ഈ കുട്ടി അത് കിരൺ ആദ്യം ചോദിച്ച ചോദ്യം തിരിച്ചായി. കുട്ടി എന്നെ തിരിച്ചു ചോദിച്ചു, ഞാൻ സ്റ്റിൽ നിനക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്, നിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഒരു കുട്ടിയെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ താല്പര്യമില്ല എന്ന് ഞാൻ വളരെ ഉറച്ച തീരുമാനമായിരുന്നു. എൻ്റെ അമ്മ എടുത്ത് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, മക്കളെ നീ നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ നീ ചെയ്യാനാണ് പറഞ്ഞത്. വീട്ടുകാരും സപ്പോർട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അന്ന് ഇതിൻ്റെ പേരിൽ ഞാൻ ഓരോ അടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രദേഴ്സൊക്കെ എന്നെ ഇടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഭയങ്കര സ്റ്റോറിയാണ്. ഇതൊന്നും എനിക്ക് പറയാണ്ട്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പം പറഞ്ഞു പോകുന്നുണ്ട് അറിയാം. തീർച്ചയായിട്ടും. അങ്ങനെ അതിലൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടിച്ച ചേട്ടന്മാരിൽ, ഈ അടിക്കുന്ന സമയത്ത് ഞാൻ നടനൊന്നും അല്ല, അടിച്ച ചേട്ടന്മാർ ഇവരുടെ ഒരു ഫംഗ്ഷൻ ഇവിടെ വെച്ച് നമ്മളെ
ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഒരു ഹാളിൽ നടന്നു. ഞാൻ ഈ ഹാളൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത് വേണ്ട. നടന്നു. അവിടെ അന്ന് ഗസ്റ്റായിട്ട് വന്നത് ഞാൻ, സേതുലക്ഷ്മി അമ്മ, മറ്റേ അഖിൽ, കുട്ടി അഖിലില്ലേ, കോമഡി സ്റ്റാറിൽ കുട്ടി അഖിൽ, ഞങ്ങൾ 3 പേരാണ് വന്നത്. അതിലും ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ചേട്ടനെ പൊന്നാട് അണിയിച്ച് ഞാനാ. അത് ദൈവം എന്ന് പറഞ്ഞ ഇടിപ്പിച്ച ആള്. പുള്ളി അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തേ ഉള്ളൂ. ഇടിപ്പിച്ച ആളിന് ഞാൻ, പുള്ളി ശരിക്കും പറഞ്ഞ് ഇടിക്കുന്ന സമയത്തും ഞാനാണ് ഈ വ്യക്തി എന്ന് പുള്ളിക്ക് അറിയില്ല. ഇവിടെ ഈ ഫംഗ്ഷൻ വന്നപ്പോഴും എൻ്റെ അനിയത്തിയുടെ പുറകെ ഈ പുള്ളിയാണ്. പുള്ളി പണ്ട് നമ്മൾ കോളേജിൽ കിടക്കും താടിയൊക്കെ വേറെ പുള്ളി എന്നെങ്കിൽ പുള്ളി എന്നെ ഓർക്കുന്നുകൂടിയില്ല. പുള്ളിയെ പൊന്നാടയൊക്കെ കാണിച്ച് പുള്ളി എന്നെ മൊമ്മൻ്റെയൊക്കെ വാങ്ങിച്ച് പുള്ളി ആ ഫോട്ടോ ഒക്കെ എടുത്ത് പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും ചോദിച്ചാൽ ഇവനെയാണ് അന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കാനൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. ആ പുള്ളി ഷോക്കിംഗ് ആയി. അപ്പോൾ അപ്പോഴും ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ അനിയത്തി കെട്ടിയിട്ടില്ല, കെട്ടാൻ നിൽക്കുകയാണ്. കസിൻസാണ് അവരെപ്പോഴും. അങ്ങനെ പുള്ളി വിളിച്ചു എൻ്റെ ഒരു ഫ്രണ്ടിനെ, ഒരു ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ അവൻ്റെ തീരുമാനം എന്താണെന്ന് പറ, നമുക്ക് ആലോചിക്കാം, നമ്മൾ അപ്പോഴും ഈ പറയുന്ന ഇവരെ ഒന്നും എനിക്കൊരു വീടായെന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ഈ പറയുന്ന ഇവരുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും എനിക്കായിട്ടില്ല. അപ്പോഴും ഇവരെന്നെ പറഞ്ഞു ഇതുപോലെ നമുക്ക് ആലോചിക്കാം, അവളിപ്പോഴും അവന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു. എൻ്റെ സ്റ്റാൻഡ് എന്താണ്, പഞ്ചാബി ഹൗസ് പോലെയാണോ ചേട്ടാ എൻ്റെ ലൈഫ്, എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴും പറഞ്ഞു ചേട്ടാ എൻ്റെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്നെ കളഞ്ഞിട്ട് കുട്ടിയാണ് നിങ്ങൾ അനിയത്തി, എനിക്ക് താല്പര്യമില്ല. അപ്പം ഈ വിളിച്ച ചേട്ടൻ അറിയാം ഈ സ്റ്റോറി. ഈ പുള്ളിക്കാരൻ പോലും എനിക്ക് വേണ്ടി ഈ കുട്ടിയോട് സംസാരിച്ചിട്ടുള്ളതാണ് പോസിറ്റീവായിട്ട്. അപ്പം അയാൾ പറഞ്ഞു അവൻ്റെ സ്റ്റാൻഡ് അതാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ ഓൾറെഡി എനിക്കറിയാം കുറേയൊക്കെ നിൻ്റെ അനിയത്തി കാണിച്ചേക്ക് എനിക്ക് നന്നറിയാം. സോ അവൻ വില്ലിങ് അല്ല, വിട്ടു. അതിനുശേഷം എന്നെ വിളിച്ചിട്ട് നിന്റെ തീരുമാനം ഉറച്ചാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേറൊരു മാരേജ് കഴിഞ്ഞു. ഞാൻ പുള്ളിക്കാരിക്ക് അതിനുശേഷം ഒരു റിലേഷൻ എന്തോ ഉണ്ടായി. സോ പുള്ളിക്കാരി ഇപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിനുശേഷം കോൺടാക്ട് ഒന്നുമില്ല, കാണാറില്ല, സംസാരിച്ചിട്ടില്ല. കാണുന്നുണ്ടായിരിക്കാം, എനിക്ക് അപ്ഡേഷൻസും കിട്ടാറില്ല. പുള്ളിക്കാരി എന്നെ വിളിക്കുകയോ ഞാൻ അങ്ങോട്ട് വിളിക്കാനോ. ആ തീരുമാനത്തിന് തീർച്ചയായിട്ടും. കാരണം ചേട്ടാ അങ്ങനെ ഒരാളെ ഞാൻ പിന്നെ എൻ്റെ ലൈഫിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ മണ്ടത്തനാ. പിന്നെ സക്സസ് ആണെന്ന് ഒരു പോകത്തില്ല. എനിക്കൊരു ജീവിതം. ഞാനും അതിനുശേഷം പ്രണയിച്ച് തന്നെയാണ് കല്യാണം കഴിച്ചത്. ഞാൻ പ്രണയിക്കില്ല എന്ന് ഉറപ്പിച്ച ഒരാളാണ്. തോന്നുന്നൊരു കാര്യം പറയട്ടെ, ആദ്യം എടുത്തോണ്ടിരുന്നപ്പം ചെറിയൊരു ലാഗ് പോലെ വന്നു. പക്ഷെ ഈ കഥ വന്നപ്പം കേൾക്കാനായിട്ട് തോന്നുന്നു കേട്ടോ, ഓണായിട്ട് സീരിയസ്ലി കേൾക്കാനായിട്ട്. അനുചേട്ടനൊക്കെ എടുത്ത് ഹെഡ്സെറ്റിൽ ചെവി വെച്ച് കറക്റ്റായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്